യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. പ്രാർത്ഥനയോടെ, ദൈവീകമായ ചിന്തകളോടെ ഈ നല്ല ദിവസം നമുക്ക് ആരംഭിക്കാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സമാപന ദിവസത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 6-ാം തീയതി ആകുമ്പോൾ ഏകദേശം 1 മാസത്തോളം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എഴുത്തിലൂടെ ലഭിച്ച 20,000-ത്തിലധികം എഴുത്തുകൾ, 25,000-ത്തിലധികം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എഴുതിയിട്ട നിയോഗങ്ങൾ, അങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ ലഭിച്ചൊരു മാസമായിരുന്നു ഇത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഓരോ വ്യക്തികളുടെയും, ഓരോ കുടുംബങ്ങളിലും, ഓരോ കുഞ്ഞുങ്ങളിലും ഉണ്ടാകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ സകലതും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ സ്വപ്നങ്ങൾ, അവരുടെ ഭാവി, അവരുടെ സ്വഭാവ രൂപീകരണം, വിശ്വാസത്തിലുള്ള വളർച്ച, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു മകൻ, ഒരു മകളെന്ന നിലയിൽ മാതാപിതാക്കൾ ഏതെല്ലാം വിഷയങ്ങളാണോ, ഏതെല്ലാം കാര്യങ്ങളാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതെല്ലാം ഒരു അനുഗ്രഹമായി, ദൈവീക ഇടപെടലിന് കാരണമായി, അതൊരത്ഭുതമായി, അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടെ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ഈ വചനം ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു നന്മയ്ക്ക് കാരണമാകും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുകയാണ്. ഏവർക്കും സുപരിചിതമായൊരു ഭാഗമാണ്. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. വെള്ളത്തിന് മുകളിൽ, വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിച്ചേ, എൻ്റെ കുടുംബത്തിൻ്റെ മുകളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ മുകളിൽ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മുകളിൽ ഇതേ ദൈവ ചൈതന്യം ഇന്ന് ചലിക്കണമേ. ഇതേ ചൈതന്യം ഇന്ന് എന്നിൽ ചലിക്കണമേ. ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ഭൂമിക്ക് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തെ, ഭവനത്തിലുള്ള സാഹചര്യത്തെ, ഓരോ മുറികളെ, കയറി വരുന്ന വഴി, പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിച്ച്, ഈ വിഷയത്തിൻ്റെ മുകളിൽ, ഈ പ്രതിസന്ധിയുടെ മുകളിൽ, ഈ വ്യക്തിയുടെ മുകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിക്കണമേ. ദൈവത്തിൻ്റെ ശക്തി ചലിക്കണമേ. ചലിച്ചുകൊണ്ടിരുന്ന സമയം 3-ാമത്തെ വാക്യം: ദൈവം അരുളി ചെയ്തു. ദൈവം പറഞ്ഞു. ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കരുത്, അവിശ്വസിച്ചു കൊണ്ടിരിക്കരുത്, സംസാരിക്കണം, പറയണം. ദൈവം അരുളി ചെയ്തു. എന്ത്? വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. എപ്പോഴേലും അല്ല പറഞ്ഞത്. ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദൈവം അരുളി ചെയ്തു,
പറഞ്ഞു ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ വചനത്തിൻ്റെ ശക്തി, ഈ ചൈതന്യം നിങ്ങളിലും ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഏതൊക്കെയോ ചിന്തയിൽ എങ്ങനെയും ചെലവഴിക്കരുത്. ഇപ്പോൾ നിങ്ങൾ പറയണം, എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ, എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ പ്രതിസന്ധികൾ മാറട്ടെ, എൻ്റെ കുടുംബത്തിനകത്ത് ഐക്യമുണ്ടാകട്ടെ, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറട്ടെ, എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കാൻ ഇടവരട്ടെ, അവർക്ക് നല്ല വിജയം ഉണ്ടാകട്ടെ, അവർക്ക് നല്ലൊരു ജോലി ലഭിക്കട്ടെ, അവരുടെ വഴികൾ തുറന്നു കിട്ടട്ടെ, എൻ്റെ ഭവനം അനുഗ്രഹമാകട്ടെ, എൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തിയാകട്ടെ, എനിക്കൊരു നല്ല ഭവനം തരണമേ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കട്ടെ, ആരോഗ്യമുള്ള അനുഗ്രഹമുള്ള തലമുറകൾ ഉണ്ടാകട്ടെ. നമ്മളും ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയണം, അത് നമ്മളിൽ ഉണ്ടാകാൻ തുടങ്ങും, അത് നല്ലത് അനുഭവിക്കാൻ ഇടവരും. ഈ വാക്യമൊക്കെ പ്രധാനപ്പെട്ടതാണ്. കാരണം ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം തന്നെ പറഞ്ഞു. ഇതുപോലെ തന്നെ അന്ധനായ മനുഷ്യൻ ബർത്തേമിയൂസ് കണ്ണ് കാണത്തില്ല, കാൽ പെരുമാറ്റം കേൾക്കുന്നത് കേട്ട് ആരൊക്കെയോ നടന്നു വരുന്ന ശബ്ദം കേട്ട് ചോദിച്ചു, ആരാണ് നടന്നു വരുന്നത്, ആരാണ്? അപ്പോൾ അവിടെയുള്ള ആരോ പറഞ്ഞു, നസ്രായനായ യേശുവാണ് അതിലെ കടന്നു പോകുന്നത്. ഉടനെ ആ കാൽപ്പെരുമാറ്റം, ആ ശബ്ദം, ആ ചലനം കേട്ടപ്പോൾ അന്ധനായ മനുഷ്യൻ ഉറക്ക വിളിക്കാൻ തുടങ്ങി, യേശുവേ ദാവീദിൻ്റെ പുത്രാ എന്നിൽ കനിയണമേ. പ്രിയപ്പെട്ടവരെ, ദൈവിക ചൈതന്യത്തിൻ്റെ ചലനങ്ങൾ നടക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ചലനം നടക്കുമ്പോൾ മൗനമായിരിക്കരുത്. അപ്പോൾ തന്നെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കണം, പറയണം. അത് അത്ഭുതങ്ങളിലേക്ക് നയിക്കും, അടയാളങ്ങളിലേക്ക് നയിക്കും. പ്രിയപ്പെട്ടവരെ, 5:30 സമയത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഈ സമയം ദൈവത്തിൻ്റെ ചൈതന്യം ചലിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങൾ എഴുതി വച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന കാണുമായിരിക്കാം, എൻ്റെ കുഞ്ഞിന് 3 വയസ്സായി, 5 വയസ്സായി, ഇത്ര വയസ്സായി, ഒട്ടും സംസാരിക്കുന്നില്ലല്ലോ. കുഞ്ഞുങ്ങൾ സംസാരിക്കേണ്ട സമയത്ത് കുഞ്ഞിന് സംസാരത്തിൽ കൃത്യത വന്നിട്ടില്ല, വ്യക്തത വന്നിട്ടില്ല. ഐക്യുവിൻ്റെ പ്രശ്നമാണോ? പല പ്രശ്നങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നവർ കാണും. എല്ലാ കാര്യങ്ങളെ ഓർത്താ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ രോഗികളായിട്ട് വല്ലവരുമാണോ? നിങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ചൈതന്യം ചലിക്കുന്ന സമയത്ത് മൗനമായിരിക്കരുത്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ പറയണം, ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എത്രയോ കുഞ്ഞുങ്ങളുടെ പേരുകൾ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ എഴുതി വച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പേരുകളെ നോക്കിയിട്ട് പറ, ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഇവിടെ എഴുതി വിട്ടിരിക്കുന്ന നിയോഗങ്ങൾ ഒത്തിരിയാണ്. 30,000-ത്തിലധികമായിട്ടുണ്ട് ഇപ്പോൾ. ആ നിയോഗത്തെ നോക്കിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. ദൈവത്തിൻ്റെ ചൈതന്യം, വചനത്തിൻ്റെ ചൈതന്യം ചലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുക, അനുഗ്രഹമാകട്ടെ, വിജയമുണ്ടാകട്ടെ, സ്വഭാവ രൂപീകരണം സംഭവിക്കട്ടെ, നന്മയുണ്ടാകട്ടെ, പുതിയ വഴികൾ തുറക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മുകളിൽ ചലിച്ചതുപോലെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഇന്ന് വചനം കേട്ട ഓരോരുത്തരുടെയും മേൽ ഈ ചൈതന്യം ചലിക്കണമേ. ഓരോ കുടുംബത്തിൻ്റെ മേൽ ഈ ചൈതന്യം ചലിക്കണമേ. ഓരോ നിയോഗങ്ങളുടെ മേലും ഈ ചൈതന്യം ചലിക്കണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ 1 മാസത്തോളമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായി. ഇപ്പോൾ ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയാണ്. ഉപവാസം എടുത്തു പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഇന്ന് ചൊവ്വാഴ്ച, ഈ വെള്ളിയാഴ്ച വരെ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹിക്കണം. ഇതിൽ പങ്കെടുക്കുന്നവരെ സഹായിക്കണമേ. എഴുതിയ നിയോഗം സകലത്തിൻ്റെ മേലും ദൈവകൃപ വർഷിക്കാനിടവരട്ടെ. ദൂരത്തിരുന്നായിരിക്കാം, സമീപത്തിരുന്നായിരിക്കാം, എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും വിജയവും ഉയർച്ചയും ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ.
രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ സകലതും മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യമുണ്ടാകട്ടെ. കർത്താവെ, എല്ലാവിധ തകർച്ചകളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കണമേ. വിജയം നൽകണമേ. പുതിയ വഴികളെ തുറക്കട്ടെ. പുതിയ മാർഗങ്ങൾ തെളിയട്ടെ. നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ. നല്ല സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ. നല്ല ജീവിത അന്തരീക്ഷം ഉണ്ടാകട്ടെ. നല്ല ദൈവിക ചൈതന്യം അനുഭവിക്കാൻ ഇടവരട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. നന്നായി പഠിക്കാൻ കഴിയട്ടെ. വിജയമുണ്ടാകട്ടെ. നല്ലതുപോലെ ജീവിതത്തിൽ മുന്നേറാൻ ഇടവരട്ടെ. കുടുംബങ്ങൾ ഈ വചനം കേൾക്കുന്നവർ, അയച്ചു കൊടുക്കുന്നവർ, സ്വീകരിച്ചവർ, എഴുതുന്നവർ സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരികയില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണണം. ഈ ദിവസങ്ങളിൽ സമാപന ദിവസത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കും. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെയും 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.